മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഡൽഹിയിൽ എത്തിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗികമായി NIA ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, റാണയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. റാണയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിക്കാൻ ഒരു സാഹചര്യവുമില്ല. കാരണം അത്രത്തോളം സുരക്ഷയാണ് ഈ കൊണ്ടുപോകുന്ന വഴികളിലെല്ലാം ഒരുക്കിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് പോലും ഇവിടങ്ങളിലെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഗൗതം. ദേവിക, മാധ്യമങ്ങൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലൂടെയാണ് ഈ കൊടും ഭീകരനെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കൊണ്ടുപോകുന്നത്. ഇയാൾക്ക് നേരെ ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങളോ മറ്റും ഉണ്ടാകരുത് എന്നത് കേന്ദ്ര ഏജൻസിയുടെയും രാജ്യത്തിൻ്റെയും ആവശ്യമാണ്. കാരണം ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ വളരെ സുപ്രധാനമായ തെളിവുകൾ നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിക്കാൻ പോകുന്നു. അതിനാൽ പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട് അത്തരം നീക്കങ്ങൾ നടത്തിയാണ് ഇയാളെ ചോദ്യം ചെയ്യലിനായി ഇനിയും തീഹാർ ജയിലിലേക്കോ അതല്ലെങ്കിൽ NIA ആസ്ഥാനത്തേക്കോ അത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും കേന്ദ്ര ഏജൻസികൾ നൽകുന്നില്ല. അതിനിടെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവ് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് തഹാവൂർ റാണ എന്നത് തങ്ങളുടെ പൗരനല്ല എന്നുള്ളതാണ്. വളരെ രസകരമായ ഒരു പ്രതികരണമാണ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ നടത്തുന്നത്. നമുക്കറിയാം, തഹാവൂർ റാണയാണെങ്കിലും ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആണെങ്കിലും ഇരുവരും പാകിസ്ഥാനിൽ ജനിച്ച് പിന്നീട് പാകിസ്ഥാനിൽ പട്ടാളത്തിൻ്റെ ഉൾപ്പെടെ ഭാഗമായി പ്രവർത്തിക്കുകയും അവിടെ നിന്നാണ് പാക് കേന്ദ്രീകൃത ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബയുടെയൊക്കെ ഭാഗമാകുന്നത്. അതിനുശേഷം പിന്നീട് കാനഡയിലേക്ക് കുടിയേറുകയും കനേഡിയൻ പൗരത്വം എടുത്തതിന് ശേഷം ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിച്ച രണ്ട് കൊടും ഭീകരന്മാരാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്ന മറ്റൊരു കൊടും ഭീകരൻ തഹാവൂർ റാണയും. എന്നാൽ പാകിസ്ഥാന്റെ വിദേശകാര്യ വക്താവ് ഇന്നിപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ വ്യക്തികളുമായി ബന്ധമില്ല. അതായത് ഇവർ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി, അതായത് 20 വർഷമായി പാകിസ്ഥാൻ പൗരത്വം പുതുക്കിയിട്ടില്ല. അതിനാൽ ഡേവിഡ് ഹെഡ്ലിയോ അതല്ലെങ്കിൽ തഹാവൂർ ഹുസൈൻ റാണയുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇപ്പോഴില്ല, ഞങ്ങളുടെ പൗരന്മാരല്ല എന്നൊരു പ്രതികരണം പാകിസ്ഥാൻ നടത്തി എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കണം. കാരണം ഇന്ത്യ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ചടുലമായ നീക്കങ്ങൾ തീർച്ചയായും പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് ഉറക്കമില്ലാത്ത രാത്രിയും സ്വസ്ഥതയില്ലാത്ത പകലും സമ്മാനിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ രാഷ്ട്രീയം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭരണകൂടങ്ങൾ കാലാകാലങ്ങളായി സംരക്ഷിച്ചു പോരുന്ന ഹാഫിസ് സയ്യിദ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള മസൂദ് അസർ ആണെങ്കിലും ഇത്തരം ഭീകരശക്തികളെല്ലാം പാകിസ്ഥാൻ കാലാകാലങ്ങളായി സംരക്ഷിച്ചു പോരുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധവും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും കൃത്യമായ തെളിവുകൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇന്ത്യക്ക് ലഭിക്കും എന്നത് കൃത്യമായി തന്നെ പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഭരണകൂടം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാകാം ഒരുപക്ഷേ പാക് വിദേശകാര്യ വക്താവ് ഇപ്പോൾ തഹാവൂർ ഹുസൈൻ റാണ തങ്ങളുടെ പൗരനല്ല, മറിച്ച് കഴിഞ്ഞ 20 വർഷക്കാലമായി പാകിസ്ഥാന്റെ പൗരത്വം ഇയാൾക്കില്ല എന്ന ഒരു പ്രതികരണം ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. ദേവിക. ശരി, ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ, ഈ ഒരു ഘട്ടത്തിൽ വളരെയധികം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇനിയും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കാരണം തഹാവൂർ റാണയ്ക്ക് പരിക്കേൽക്കരുത് അല്ലെങ്കിൽ തഹാവൂർ റാണയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്നത് ഭാരതത്തിന്റെ ആവശ്യമാണ്. കാരണം ഇതിന് പിന്നിൽ ആരൊക്കെയായിരുന്നു അല്ലെങ്കിൽ ആക്രമണത്തിന് പിന്നിലെ കൂടുതൽ കണ്ണുകൾ ആരൊക്കെ എന്ന് ഇനി അറിയണമെങ്കിൽ തഹാവൂർ റാണയെ കൃത്യമായി ചോദ്യം ചെയ്തേ മതിയാകുകയുള്ളൂ. മാത്രവുമല്ല, ചില രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് അടക്കം മാറ്റി ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടല്ലേ? തീർച്ചയായും ദേവിക, ചോദ്യം ചെയ്യൽ അതിസങ്കീർണവും അതായത് ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യൽ തന്നെ ഇയാൾക്കെതിരെ നടത്തേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു ഭീകര സ്വഭാവമുള്ള ഇടപാട് കാലങ്ങളായി നടത്തുകയും അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും അതിനുള്ള ചോദ്യം ചെയ്യലുകളും നിയമ നടപടികളെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുള്ള ഒരു ആളാണ് തഹാവൂർ റാണ എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇദ്ദേഹം ഈ പാകിസ്ഥാനിൽ പട്ടാളക്കാരനൊക്കെയായി പ്രവർത്തിച്ച അല്ലെങ്കിൽ പട്ടാള ഡോക്ടറായി
പ്രവർത്തിച്ച അനുഭവങ്ങളൊക്കെയുള്ള ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒളിച്ചുകളി നടത്താനുള്ള ഒരു സാധ്യത, വളരെ കൃത്യമായ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആധുനിക ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായ ചോദ്യം ചെയ്യൽ ഇയാൾക്കെതിരെ നടത്തേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ രഹസ്യ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ശാസ്ത്രീയ കുറ്റാന്വേഷണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന അത്യാധുനിക ചോദ്യം ചെയ്യൽ റൂമുകളിലെല്ലാം തന്നെ ചോദ്യം ചെയ്യൽ നടക്കേണ്ടി വരും. അതിനുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തേണ്ടി വരുമെന്ന കാര്യത്തിലും രണ്ടഭിപ്രായമില്ല എന്നതാണ് ഏറെ പ്രാധാന്യമറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ ഏറെ പ്രൊഫഷണലായി തന്നെ നടത്തേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ചില സൂചനകളെല്ലാം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അജിത് ഡോവൽ നേരിട്ട് ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കാനുള്ള സാധ്യത പോലും ഉണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യ സ്വഭാവത്തിൽ ഏറെ സങ്കീർണമായ ഈ ചോദ്യം ചെയ്യൽ നടക്കേണ്ടത് അനിവാര്യമാണ്. അതിൽ ഏറ്റവും സുപ്രധാന ഘടകം നേരത്തെ ദേവിക സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇയാൾ ഏത് രീതിയിലാണ് മുംബൈ ഭീകരാക്രമണ കേസിൽ ഇടപെട്ടത്, അല്ലെങ്കിൽ ആക്രമണം പ്ലോട്ട് ചെയ്യുന്നതിന് ഇടപെട്ടത്, അത് ഏതൊക്കെ രീതിയിൽ ഇയാൾക്ക് വിവരങ്ങൾ ലഭിച്ചു. നമുക്കറിയാവുന്നതാണ്, ഈ പ്രദേശത്തെത്തിയാൽ ഈ ഭീകരാക്രമണം നടക്കുന്ന പ്രദേശത്തെ രണ്ടിടങ്ങളിൽ, അതായത് CST ടെർമിനലിലും അതുപോലെ തന്നെ ഈ മുംബൈ തീരത്തുള്ള, അതായത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ തീരത്തുള്ള ഈ 2 ഹോട്ടലുകളിലും ട്രിഡൻ്റ് ഹോട്ടലിലും എല്ലാം തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃത്യമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ നീക്കങ്ങളും ആസൂത്രണങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കടൽ വഴി കടന്നു വരുമ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെയും ഇന്ത്യൻ നാവികസേനയുടെയും എല്ലാം തന്നെ, അതുപോലെ തന്നെ മുംബൈ പോർട്ട് ഏറ്റവും സുപ്രധാനമായ പോർട്ടാണ്. ഇവയുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ മറികടന്ന് എത്തുന്നതിന് ഏത് രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ ബ്രീച്ചാണ് ഇയാൾ നടത്തിയത് എന്ന് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടി വരും. അത് ഏത് രീതിയിലാണ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിച്ചത്? നമുക്കറിയാവുന്നതാണ്, മീൻപിടുത്ത വള്ളങ്ങളിലൊക്കെ എത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഇടപെടൽ ഇവിടെയുള്ള പ്രാദേശികമായി ലഭ്യമായിട്ടുണ്ടോ? ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ ചോദ്യം ചെയ്യാൻ നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ നടത്തി ഇനിയും കൃത്യമായ നീക്കങ്ങൾ, ഏത് രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാവുക എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് തുടർ പ്രതിരോധം തയ്യാറാക്കുന്നതിനും അനിവാര്യമാണ് ഇയാളുടെ കയ്യിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, അമേരിക്കയിൽ നിന്ന് നീതിന്യായ വ്യവസ്ഥ, റൂൾ ഓഫ് ലോ പുലരുന്ന ഒരു രാജ്യത്ത് നിന്ന് ഭാരതത്തിൻ്റെ കൃത്യമായ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാരതത്തിന് വിട്ടു നൽകിയ ഒരു പ്രതിയാണ്. അതുകൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ കൃത്യമായ നീതിപൂർവമായ വിചാരണ ഇയാൾക്ക് നൽകേണ്ടതുണ്ട്. അത് ഭാരതത്തിൻ്റെ സംവിധാനമായാലും ലോകത്ത് എവിടെയുള്ള സംവിധാനങ്ങളായാലും നീതിപൂർവമായ വിചാരണയും ഇയാളുടെ സുരക്ഷയും ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്വമുണ്ട്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അതീവ ഗൗരവമുള്ള ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, തിഹാർ ജയിലിലൊക്കെ അതുപോലെ തന്നെ മുംബൈയിലെ ജയിലിലുമെല്ലാം തന്നെ അജ്മൽ കസബിൻ്റെ വിചാരണയെല്ലാം തന്നെ നടന്നത് ഇത്തരത്തിലുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ചില പ്രദേശങ്ങളിലാണ്. അത്തരത്തിൽ അതീവ സുരക്ഷാ സംവിധാനമുള്ള പ്രദേശങ്ങളിൽ ഇയാൾക്കെതിരെ വിചാരണ നടത്തേണ്ടി വരും, ഇയാളെ ചോദ്യം ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു തരത്തിലും വിവരങ്ങൾ പുറത്തുപോയാൽ അത് ഏത് രീതിയിലും വെല്ലുവിളിയാകാനും ഇയാളുടെ ജീവന് ഭീഷണിയാകാനും, അല്ലെങ്കിൽ ഇയാളെ ചോദ്യം ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെയും ആ പരിസരത്തുള്ള സാധാരണ മനുഷ്യരുടെയും ജീവന് ഭീഷണിയാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വളരെ രഹസ്യ സ്വഭാവത്തോടെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.